ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് നഴ്സറി ഗാർഡൻസ്. ഇവിടെയുള്ള ചെടികളും മരങ്ങളും നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഫലഭൂയിഷ്ഠമായ മണ്ണാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വളർന്നു വരുവാനും നമുക്ക് നല്ല ഇനം ഫ്രൂട്ട്സ് ലഭിക്കും. അതുകൂടാതെ പ്രകൃതിക്കും ഒരു അനുഗ്രഹം കൂടിയാണത്. നഴ്സറി ഗാർഡന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് കണ്ണൂർ ചാലക്കുന്നിലെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ. സുധീഷ് എന്ന ചെറുപ്പക്കാരനാണ് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള ചെടികളെക്കുറിച്ചും മാവുകളെക്കുറിച്ചും നെല്ലി അങ്ങനെയുള്ള വിവിധ ഇനം ഫലഭൂയിഷ്ഠമായ ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. സുധീഷ്, ഇപ്പോൾ ഈ ഒരു നഴ്സറി ഗാർഡൻ്റെ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതായത് കുഞ്ഞുനാൾ തൊട്ടേ ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ടേ. അതായത് എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ എൻ്റെ അമ്മാവൻ പറയായിരുന്നു 200 വാഴക്കങ്ങ് വെള്ളം വെച്ചാൽ ഭക്ഷണം തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെടികളോടൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 2020 വരെ ഞാൻ ഡൽഹിയിലായിരുന്നു. അതിനുശേഷം കൊറോണ കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോഴാണ് പിന്നെയും ചെടികളോട് കൂടുതൽ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഇപ്പം അതായത് 2020 ഞാനിവിടെ നമ്മുടെ കീത്തലു സ്കൂളിലെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ഫലവൃക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ മട്ടന്നൂർ ഒരു മുഹമ്മദ് ഒക്കെ ഉണ്ട്, വഴിയരികിലൊക്കെ മരം നടുന്നത്. അവർക്കും ഞാൻ മരങ്ങളൊക്കെ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് സൗജന്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മരങ്ങളോട് ഇഷ്ടം. പിന്നെ ഒരു യൂട്യൂബ് ചാനലോ കണ്ണൂർ മൗണ്ടെന്നുണ്ട് യൂട്യൂബ് ചാനലോ അങ്ങനെയൊക്കെ ആയി നമ്മളിപ്പോൾ ശരിക്കും ഈ ചെടിയിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഇവിടെ ഈ സുധീഷിൻ്റെ നഴ്സറി ഗാർഡനിൽ ഈ ഗാർഡനിൽ എന്തൊക്കെ ചെടികളാണല്ലോ? ചെടികളല്ല, മരങ്ങളാവുന്നവയും നമ്മളെ നഴ്സറിയിൽ ഫ്രൂട്ട് ചെടികളാണ് കൂടുതലും. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് വേസ്റ്റ് ആവും. ഇത് നമുക്ക് ഇതൊരു നമ്മളെ പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഒരു ഇതാണ്. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ചെടി നടുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നടുക എന്നല്ലാതെ നമ്മൾ ഗുണമില്ല എന്തെങ്കിലും നടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്തത്. ഇത് റെഡ് ലേഡി പപ്പായാണ്. ഇതിപ്പോൾ 1 വർഷമായി. നമുക്കിതിപ്പോൾ ഒരു 4 മാസം കൊണ്ട് കായ്ച്ചു കിട്ടും. ഇതിൽ ഇവിടെ തൊട്ട് പപ്പായ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം പപ്പായ, കാരണം നമുക്ക് ഈ വർഷം ഒരു ശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10-20 പപ്പായ ഒരു സീസണിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും, ചെറിയ മരത്തിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം പന്നികളൊക്കെ ശല്യം കൊണ്ടാണ് പപ്പായ നട്ടിട്ട് ബാക്കിയാവാത്തത്. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമറിന് നേരിട്ട് പറിക്കാനും അവർക്ക് ഇത് എങ്ങനെ വളർത്തുന്നതൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നാംഡോക്കിമൈ മാവാണ്. അപ്പോൾ നമ്മുടെ അടുക്ക ഒരു 10-23 വെറൈറ്റി മാവുകളുണ്ട്. ഇതൊക്കെ കായ്ക്കാറായതാണ്. ഇത് അൽഫോൺസോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാം എന്നെക്കാട്ട് ഇത്രയും ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ്. ഇതിപ്പോൾ ബനാന റെഡാണ്. അപ്പോൾ നമുക്ക് ഇത് കാട്ടിമൂൺ, സീറ്റ് കാട്ടിമൂണാണ്. അങ്ങനെ 10-23ഓളം ടൈപ്പ് മാവുകൾ നമ്മുടെ ഈ ഒരു നഴ്സറിയിലുണ്ട്. ആവശ്യക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ, അതായത് ഈ ഒരു മരത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ റേറ്റ്. അതായത് ചെറുതിനും ചെറിയ റേറ്റ്, വലുതിനും വലിയ റേറ്റ്. അപ്പോൾ അങ്ങനെയല്ല, ഈ ഒരു ലെയറിലിരിക്കുന്നതെല്ലാം നമ്മൾ കായ്ക്കാറായതാണ്. പിന്നെ ഇതിൻ്റെ ചെറിയതിന് ചെറിയ റേറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഈ മാവിൻ തൈകളൊക്കെ കൊടുക്കുന്നത്. ഏകദേശം 23ഓളം ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഈ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ 100ഓളം ഫലവൃക്ഷങ്ങളുണ്ട്. അതായത് ഇന്ത്യനും അതായത് വിദേശിയുമായിട്ട് ഒരുപാടുണ്ട്. ഇതിപ്പോൾ നമ്മളെ നാംഡോക്കിമൈ ആണ്. അപ്പോൾ മാവാണ്. അപ്പോൾ ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ്. നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പലവിധ വൃക്ഷത്തൈകളും നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ വരിക, അതായത് അഫോർഡബിൾ റേറ്റിലാണ് നമ്മളിവിടെ ചെടികൾ ആളുകൾക്ക് നൽകുന്നത്.